ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് വറുത്തരച്ചൊരു നെയ്മീൻ കറി കണ്ടാലോ? അതിനായി തേങ്ങ, ചുവന്നുള്ളി, കുരുമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇതൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് പൊടികളിടുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ചൂടിൽ ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് കിട്ടും. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ടൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉലുവ, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളിയും പൊടിയായിട്ടരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി നല്ല ബ്രൗൺ കളറാകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ച തേങ്ങ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മീൻ തിളയ്ക്കുന്നതിന് ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മീൻ ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലൊരു തിള വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ നെയ്മീൻ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്